സ്മാർട്ട് അപ്ഡേറ്റ്സ്. രണ്ട് പുരുഷന്മാർക്ക് ഒരു കുഞ്ഞ്. മുല കൊടുക്കാൻ പാലന്വേഷിച്ച് അച്ഛന്മാരുടെ നെട്ടോട്ടം. ആർത്തവം പോലും ഇല്ലാതെ എങ്ങനെ ഗർഭിണിയായെന്ന് ദമ്പതികൾ. നാട്ടുകാരുടെ അധിക്ഷേപത്തിൽ മനം നൊന്ത് ഇനി പ്രസവിക്കില്ലെന്ന് അമ്മയച്ഛൻ. ടെക്സാസിലെ ട്രാൻസ്ജെൻഡർ ദമ്പതികളായ വെലെ സിംസണും സ്റ്റീഫൻ ഗായത്തിനും കുഞ്ഞു പിറന്നു. നിലവിൽ 28 വയസ്സുള്ള ഇരുവരും തങ്ങളുടെ 21ാം വയസ്സിലായിരുന്നു സ്ത്രീത്വത്തിൽ നിന്നും പുരുഷത്വത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. രണ്ട് മീശക്കാരായ പുരുഷന്മാർക്ക് ഇപ്പോൾ ഒരു കൊച്ചു പിറന്നത് വൻ വാർത്തയായിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞിന് മുല കൊടുക്കാൻ മാർഗമില്ലാത്തതിനാൽ രണ്ട് അച്ഛന്മാരും പാലിനായി നെട്ടോട്ടം ഓടുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ആർത്തവം പോലും ഇല്ലാതെ സിംസൺ എങ്ങനെ ഗർഭിണിയായെന്ന് ദമ്പതികൾ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. കുഞ്ഞു പിറന്നതിൽ ദമ്പതികൾക്ക് സന്തോഷമേറെയുണ്ടെങ്കിലും പ്രസവത്തെ തുടർന്ന് നാട്ടുകാരുടെ അധിക്ഷേപം പെരുകി വരുന്നതിനാൽ അതിൽ മനം നൊന്ത് ഇനിയൊരു പ്രസവത്തിനില്ലെന്നാണ് സിംസൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ലഭിക്കുന്നതിനായി ടെസ്റ്റോസ്റ്റിറോൺ തെറാപ്പി എടുത്തിരുന്നുവെങ്കിലും ഗർഭമുണ്ടാകില്ല എന്നായിരുന്നു ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിരുന്നത്. കൂടാതെ സിംസന് ആർത്തവമില്ലാത്തതിനാൽ സന്താനഭാഗ്യം ഉണ്ടാകില്ല എന്നും ഡോക്ടർമാർ പ്രവചിച്ചിരുന്നു. എന്നാൽ 2018 ഫെബ്രുവരിയിൽ സിംസൺ ഗർഭമുണ്ടെന്ന് വെളിപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ മാതാപിതാക്കളാകാൻ ഇരുവരും ഒരുങ്ങിയിരുന്നില്ല. ഗർഭത്തിനിടയിൽ സിംസൺ അപരിചിതരിൽ നിന്ന് പോലും കടുത്ത പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു സിംസൺ റൊവാൻ എന്ന കുഞ്ഞിന് ജന്മമേകിയത്. എമർജൻസി സിസേറിയനിലൂടെയായിരുന്നു കുട്ടിയെ പുറത്തെടുത്തത്. കുഞ്ഞ് ജനിച്ചതോടെ തങ്ങളുടെ ബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കപ്പെട്ടുവെന്ന് ഈ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ പറയുന്നു. കുട്ടിക്ക് 6 മാസം തികഞ്ഞത് ഇരുവരും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ആഘോഷിച്ചത്. ഗർഭകാല ജീവിതവും നിലവിൽ മാതാപിതാക്കളായതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇവർ വെളിപ്പെടുത്തുന്നുമുണ്ട്. നിലവിൽ സിംസണ് യോനിയും സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങളുമുണ്ട്. ഗർഭമുള്ള ഒരു പുരുഷരൂപം റോഡിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ അസ്വാഭാവികമായും പരിഹാസത്തോടെയാണ് തന്നെ നോക്കിയിരുന്നതെന്നും സിംസൺ ഓർക്കുന്നു. ചിലർ പരസ്യമായി തന്നെ പരിഹസിച്ചിരുന്നുവെന്നും സിംസൺ വെളിപ്പെടുത്തുന്നു. താൻ ഒരു പുരുഷനല്ലെന്നും പുരുഷന് കുട്ടികൾ ജന്മമേകാനാകില്ലെന്നുമാണ് താൻ അവരോട് പ്രതികരിക്കാറുള്ളതെന്നും സിംസൺ പറയുന്നു. പുരുഷനായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സിംസൺ തന്റെ സ്ഥാനങ്ങൾ ശസ്ത്രക്രിയ ചെയ്ത് കളഞ്ഞതിനാലാണ് കുട്ടിക്ക് മുല കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്മാർട്ട് അപ്ഡേറ്റ്സ്.